സർ, ഏപ്രിൽ 9 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തീരുമാനം വന്നത് മുതൽ പലതരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. ഒരൽപ്പം കൂടി സമയം നൽകാമായിരുന്നു എന്നതാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ ലഭിച്ചിരിക്കുന്നത്. പലയിടത്തും പലരും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് അവർ തമ്മിലുള്ള അടിയും പിടിയും ഒക്കെ ഒഴിവാക്കി അതിനുശേഷം ഇതാ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുക, ആ പ്രചാരണം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ മാത്രമേ അത് വോട്ടാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. 100% അല്ലെങ്കിൽ 200% ശരിയാണ്. അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദിവസം അനുവദിച്ചു കൊടുത്താൽ ഇവിടെ കാര്യമായിട്ട് ഒന്നും സംഭവിക്കില്ല. ആകെ സംഭവിക്കാൻ പോകുന്നത് ഈ പൈസയുടെ ധാരാളിത്തം കാണിച്ച് ദുരുപയോഗം നടത്തി സമൂഹത്തിൽ പലതരം വൃത്തികേടുകൾ നമ്മൾ കാണേണ്ടി വരുമെന്നുള്ളതാണ്. സത്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇനിയും കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം മറ്റുള്ള രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാൻ ഈ സൗദിയിൽ ചില തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ യൂറോപ്പിൽ കണ്ടിട്ടുണ്ട്, ഈവൻ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പല വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യാസപ്പെട്ടുകൊണ്ട് ഈ നമ്മുടെ നാട്ടിൽ മാത്രം ഈ വൃത്തികെട്ട തരത്തിലുള്ള ഒരു പ്രചരണമാണ് ഇവിടെ നടക്കുന്നത്. ഇത് കൺട്രോൾ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഇത് ശരിയല്ല ഈ പോക്ക്. ഇപ്പതാ എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ പ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പിന് വലിയ ഒരു പരസ്യവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒരു നവംബർ മാസം തൊട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത ഊഹാപോഹങ്ങൾ പലതും പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിലവിൽ ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന CM ഇപ്പൊ 2 ടേം തുടർച്ചയായി ഭരിച്ചു. ഇനിയും അദ്ദേഹം തന്നെ ഭരിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് തോന്നിയിട്ട് അതിന്റെ പ്രതിപക്ഷത്തെ പ്രധാന കക്ഷിയെ എങ്ങനെയെങ്കിലും ഈ ഭരണം പിടിച്ചെടുക്കണമെന്നുള്ള ഒരു വാശിപ്പുറത്ത് അവർ എന്തൊക്കെയോ നാടകങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.